അമ്മൂമ്മ സരസമ്മൂമ്മ, അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ, അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ. കുട്ടിപ്പാട്ടുകൾ പാടാനും കുട്ടിക്കഥകൾ ചൊല്ലാനും നമുക്കുണ്ടേ നമുക്കുണ്ടേ സുന്ദരി അമ്മൂമ്മ, നമ്മുടെ സരസമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ, അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ, സരസമ്മൂമ്മ. കൂട്ടുകാരൊക്കെ എന്താ പറയുന്ന? നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലോ. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയോ? കൂട്ടുകാരെല്ലാം ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ചോ? ജയമ്മ കണ്ടോ എല്ലാവരും? എല്ലാവരും പറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. ജയമ്മയ്ക്കും പറ. കൂട്ടുകാരെല്ലാം കഥ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? കഥ കേൾക്കാൻ നമുക്ക് ആരെയാ വിളിക്കേണ്ടത്? വിജയമ്മ പറ. പിങ്കി ചേച്ചിയെ വിളിക്കണം നമുക്ക് ഇന്നത്തെ കഥ കേൾക്കാൻ. എന്നാ പിങ്കി ചേച്ചിയെ വിളിക്കാം. പിങ്കി ചേച്ചി. പിങ്കി ചേച്ചി വന്നു. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നേ? കൂട്ടുകാരോട് കഥ പറഞ്ഞിട്ട് കുറെ നാളായി. ഇന്നത്തെ കഥയാണ് ഒരു പഴം വരുത്തിയ മീന. ഒരു ദിവസം ഒരു മുയൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ആ വലിയ ശബ്ദം കേട്ട് മുയൽ ഞെട്ടി ഉണർന്നു. ഭൂമി പൊട്ടിപ്പിളരുന്ന വിധം ഒരു ശബ്ദം താൻ കേട്ടതായി അവന് തോന്നി. അവിടെ നിന്ന് എഴുന്നേറ്റ അവൻ തന്നാലാവുന്നത്ര വേഗത്തിൽ ഓട്ടം തുടങ്ങി. വഴിയിൽ കണ്ട മൃഗങ്ങൾക്കൊക്കെ അവൻ മുന്നറിയിപ്പ് കൊടുത്തു. സഹോദരന്മാരെ, വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഭൂമി രണ്ടായി പിളരുകയാണ്. ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. കാട്ടിലാകെ പരിഭ്രമം പടർന്നു. എല്ലാവരും ഓട്ടം തുടങ്ങി. എല്ലാവരും ആ ഓടുന്ന മുയലിന് പിറകിലായിട്ട് ഓടിത്തുടങ്ങി. പെട്ടെന്ന് മൃഗരാജാവായ സിംഹത്തിന്റെ ഗർജനം കേട്ട് അവർ നിന്നു. സിംഹം ചോദിച്ചു, വിഡ്ഢികളെ, നിൽക്കവിടെ! എങ്ങോട്ടാണ് നിങ്ങളെ ഓടിപ്പോകുന്നത്? മറുപടിയില്ലാതെ എല്ലാവരും പരസ്പരം നോക്കി. മുയൽ പറഞ്ഞു, പ്രഭു, ഞാനൊരു മരത്തിനിടയിൽ വിശ്രമിക്കുകയായിരുന്നു. വലിയൊരു ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ചു ഭൂമി പിളരുകയാണെന്ന്. ചെറിയൊരു പുഞ്ചിരിയോടെ സിംഹം പറഞ്ഞു. ശരി, നീ ആ സ്ഥലം എന്നെ ഒന്ന് കാണിച്ചതാ. എല്ലാ മൃഗങ്ങളും ചേർന്ന് മുയൽ കിടന്നുറങ്ങിയിരുന്ന മരത്തിനരികിൽ എത്തി. അവിടെ എന്താണ് എല്ലാവരും കണ്ടത്? അവിടെ ആ മരത്തിൽ നിന്ന് ധാരാളം പഴങ്ങൾ പൊഴിഞ്ഞു വീണ് കിടക്കുന്നു. മുയൽ കേട്ട ശബ്ദം എങ്ങനെ ഉണ്ടായതാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. സിംഹം പറഞ്ഞു, പഴങ്ങൾ ശബ്ദത്തോടെ വീണപ്പോൾ നീ തെറ്റിദ്ധരിച്ചു. മഠയനായ മുയലെ, നീ എല്ലാവരെയും ഭയപ്പെടുത്തുകയും ചെയ്തു. ഒന്നും ചിന്തിക്കാതെ മുയൽ ഓടിയപ്പോൾ മുയലിന്റെ പിറകെ ഓടിയതിനാൽ മറ്റു മൃഗങ്ങൾക്കും നാണക്കേട് തോന്നി. അപ്പോ ഇനി പിങ്കി ചേച്ചി പോകട്ടെ. എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. കൂട്ടുകാരെ, എല്ലാരും കഥ കേട്ടോ? നിങ്ങൾക്ക് എന്ത് മനസ്സിലായതിന്ന്? വിജയമ്മയ്ക്ക് എന്ത് മനസ്സിലായി കഥ കേട്ടിട്ട്? ആരെയും ഒരു കാരണവും ഇല്ലാതെ അനുകരിക്കരുത്. അത് തന്നെ, ഒരു കാരണവും ഇല്ലാതെ ആരുടെയും പുറകെ പോവുകയും ചെയ്യരുത്, ആരെയും അനുകരിക്കുകയും ചെയ്യരുത്. കൂട്ടുകാർക്ക് ഇപ്പം മനസ്സിലായോ കഥയുടെ പൊരുൾ എന്താണെന്ന്? ഇനി പുതിയ വർഷം വരാൻ പോവുകയല്ലയോ? എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടും മിടുക്കരായിട്ടും ഇരിക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ദർശമ്മയുടെയും വിജയമ്മയുടെയും ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ.